അവന്തിക എന്നാണ്. ഇന്ന് ഞാൻ ടോക്ക് ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെയും എൻ്റെ ഫുൾ ഫാമിലിനെ, ദാറ്റ് മീൻസ് മീ, എൻ്റെ മദറിനെയും എൻ്റെ ആൻറ്റീനെയും എൻ്റെ അമ്മാമ്മനെയും എഫക്റ്റ് ചെയ്യുന്ന ഒരു മേജർ ഇഷ്യൂവിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി സ്പീക്കിംഗ് എനിക്കിതിനെപ്പറ്റി സംസാരിക്കാൻ പോലും ഇഷ്ടമല്ല. ഇറ്റ്സ് വെരി സെൻസിറ്റീവ് ടോപ്പിക് ഫോർ മീ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ടോക്ക് ചെയ്യാൻ പറ്റി ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് മടുത്തു. എൻ്റെ ഫാദർ കുറേ ഇങ്ങനെ ഇൻ്റർവ്യൂസും വീഡിയോസും ചെയ്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എന്നെ ഭയങ്കര മിസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് കുറേ ഗിഫ്റ്റ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എപ്പോഴും അയക്കാറുണ്ടെന്ന് കുറേ വീഡിയോസ് ഉണ്ട്. ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും കുറേ നമ്പർ ഓഫ് വീഡിയോസ്. ബട്ട് നൺ ഓഫ് ഇറ്റ് ഇസ് ട്രൂ. എനിക്ക് ഒരു കാര്യം പോലും ഇല്ല. ആക്ച്വലി സ്പീക്കിംഗ് എനിക്ക് ലവ് ചെയ്യാൻ, എൻ്റെ ഫാദറിനെ ലവ് ചെയ്യാൻ എനിക്ക് ഒരു റീസൺ പോലും ഇല്ല. അപ്പം ഞാനിന്നിവിടെ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ. അപ്പം നമുക്ക് ഇത്രേ പറയാനുള്ളൂ. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് ആ ഒരു പെൺകുട്ടി പറയുന്ന ആ ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോൾ എത്രത്തോളം അതിൻ്റെ മനസ്സ് വിഷമിച്ചിട്ടാണ് അതങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ആ കുട്ടി ഇന്ന് വരെ പബ്ലിക്കിൽ വന്നിട്ട് ഇങ്ങനെ അച്ഛൻ്റെ അമ്മയുടെ ഒരു പ്രശ്നത്തിലും ഇടപെട്ടിട്ടില്ല. അതിനെപ്പറ്റി പബ്ലിക്കിൽ വന്നിരുന്ന് പറഞ്ഞിട്ടില്ല. 12 വയസ്സുള്ളൊരു കുട്ടിയാണ്. പ്രശസ്തരായ 2 വ്യക്തികളുടെ മകളാണ്, ബാലയുടെയും അമൃതയുടെയും. അപ്പോൾ എനിക്കിവിടെ പറയാനുള്ളത്, ഒരുപാട് പേര് ഈ കുട്ടി വീഡിയോ ചെയ്തതിന് പിന്നാലെ ഒരുപാട് പേര്, പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിലാണ് ഞാനത് കണ്ടത്. യൂട്യൂബിലൊന്നും അത്രയും കണ്ടില്ല. ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കാൻ പറ്റുന്നില്ല. ഒരു ബാലയുടെ ഒരു മകൾ ബാലയ്ക്കെതിരെ എന്ന് പറയുന്ന ഒരു പോസ്റ്ററിൻ്റെ താഴെ സ്ത്രീകൾ മുഖ്യമായും വന്ന് പറഞ്ഞിരിക്കുന്ന കമൻറ്റാണ്, മോളെ നന്നായിട്ട് അമ്മ പഠിപ്പിച്ചോ, അമ്മയും അമ്മയുടെ വീട്ടുകാരും നന്നായിട്ട് പഠിപ്പിച്ചോ, ഗോപി സുന്ദറിനെ കണക്ട് ചെയ്ത് കുറേ. നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങളുടെ മകൾക്കോ നിങ്ങളുടെ ഒരു അനിയത്തിക്കോ നിങ്ങളുടെ കൊച്ചുമോൾക്കോ ഈ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഈ കുട്ടിയുടെയോ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ അമ്മയുടെ അവസ്ഥ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഇതുപോലെ ഇരുന്ന് കളിയാക്കി ചിരിക്കുമോ? ഞാൻ ബാല എന്ന് പറയുന്ന നടൻ്റെ സിനിമ കണ്ടു തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിനെ വളരെയധികം, എൻ്റെയൊക്കെ കല്യാണത്തിന് മുന്നേ ഇറങ്ങിയതാണ്. എൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ ഏകദേശം നവ്യ നായരുടെ ഏകദേശം എന്നെക്കാളും മാസം മൂപ്പാണോ മാസങ്ങൾക്ക് ഇളയതാണെന്ന് അറിയില്ല. ആ ഒരു ഏജൊക്കെ തന്നെയാണ് ഞാനും. അപ്പോൾ എന്താ പറയുക, ആ ഒരു സിനിമ നവ്യ നായരുടെ സിനിമയിൽ കൂടിയാന്ന് തോന്നുന്നു ബാലേനെ ആദ്യമായി കണ്ടത്. അന്ന് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു നടനാണ്. ഒരു നടൻ അല്ലെങ്കിൽ ഒരു അഭിനേതാവ് ആ ഒരു ഫിലിം ഫീൽഡിൽ അദ്ദേഹത്തിനോട് റെസ്പെക്റ്റും കാര്യങ്ങളും ഇഷ്ടമായിരുന്നു എന്ന് വെച്ച് അദ്ദേഹത്തിന് നല്ല ഭംഗിയായിരുന്നു, ഫെയിമായിരുന്നു, പൈസയുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ആ ഒരു ബാല എന്ന് പറഞ്ഞ വ്യക്തി ചെയ്യുന്നതും പറയുന്നതുമായ എല്ലാ കാര്യം ശരിയാണെന്ന് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഒരൊറ്റ തെറ്റേ ഉള്ളൂ, ഓവർ മദ്യപാനവും പിന്നെ കുറച്ച് കോംപ്ലക്സുകളും അല്ലേ. അപ്പോൾ പറയും അമൃതയ്ക്കില്ലെന്ന്. അങ്ങനെയല്ല. അമൃത എന്ന വ്യക്തിയുടെ ഒരു ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നിയേക്കുന്ന കാര്യങ്ങൾ പറയാം. അമൃത ബാലയുടെ പ്രപ്പോസൽ സ്വീകരിച്ച് ബാലയെ വിവാഹം കഴിച്ചു. തനിക്ക് ഒട്ടും ഒത്തുപോകാൻ പറ്റില്ല എന്ന് തോന്നിയ ഒരു നിമിഷത്തിലായിരിക്കാം മകളെ എടുത്തുകൊണ്ട് മാറിയത്. 2-3 വയസ്സുള്ളപ്പോൾ മാറിയതാണ് അച്ഛൻ്റെ അടുത്തുനിന്ന്. ഞാൻ ഒരു കാര്യം പറയാം, 99% മദ്യപാനികളായി കുടുംബത്തെ ടോർച്ചറിങ്ങും ബഹളം ഉണ്ടാക്കുന്ന വ്യക്തികളുടെ കൂടെ കഴിയാൻ ഒരു സ്ത്രീക്കും പറ്റുന്നതല്ല. സാധാരണഗതിയിൽ ഒരു സ്ത്രീക്കും പറ്റുന്നതല്ല. പിന്നെ ചില സ്ത്രീകൾ അവരുടെ കൂടെ ഇരുന്ന് മദ്യപിക്കുകയും ആ ഒരു മദ്യപാനവും ഒച്ചയെടുക്കലും അവർക്ക് കൺട്രോളബിൾ ആയിട്ടുള്ളവരായിരിക്കും ചിലപ്പോൾ നിന്നു പോകുന്നത്. ഈ ഒരു സൈഡിൽ നിന്നും ടോർച്ചറിങ്, മദ്യപിച്ച് മിണ്ടാതെ കിടക്കുന്നവരെയല്ല ഞാൻ പറയുന്നത്. ഒരുപാട് പേരുണ്ട് മദ്യപിക്കും, കുടുംബം നോക്കും, മിണ്ടാതെ വന്ന് കിടക്കും. അതുപോലെയല്ല, ചിലവർ ആ മദ്യത്തിൻ്റെ കെട്ടിറങ്ങുന്നവരെ കൂടെയുള്ള ഭാര്യ, പ്രത്യേകിച്ച് ഭാര്യയ്ക്ക് തന്നേക്കാൾ കയറി കിടക്കാൻ കുടുംബവും ഇല്ലായിരിക്കും. ഇപ്പം അമൃതയുടെ കാര്യമല്ല ഞാൻ പൊതുവെ പറയുന്നത്. ഭാര്യ അവരെ ആശ്രയിച്ച്, ആ ഒരു ഭർത്താവിനെയും ഫാമിലിയെ ആശ്രയിച്ച് ജീവിക്കുന്നവളാണെങ്കിൽ നോക്കണ്ട. പിന്നെ അമൃതയുടെ കാര്യമാണെങ്കിലും ബാല പറയുന്നത് ഞാൻ
അറിവ് എൻ്റെ ഒരു അറിവിൽ ബാലയ്ക്ക് സ്വത്ത് കൂടുതലുണ്ടെന്നോ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അമൃതയെ ചവിട്ടി തേക്കാനും അമൃതയുടെ കഴിവ് മേഖലയിൽ അമൃതയെ വിടാതിരിക്കാനും കല്യാണം കഴിഞ്ഞ് പിന്നെ പാടിയിട്ടൊക്കെ ഉണ്ട്, പ്രോഗ്രാംസിൽ പങ്കെടുത്തിട്ടൊക്കെ ഉണ്ട്. പക്ഷേ പലതരം കോംപ്ലക്സ് ആയിരിക്കും അവിടെ വർക്കൗട്ടായത്. എന്ത് തന്നെയാണെങ്കിലും ഞാൻ വെറുതെ ഇരുന്ന് വന്ന് ചെയ്യുന്ന വീഡിയോ വെറുതെ കുറ്റം പറച്ചിലല്ല, ഒരു പെൺകുട്ടിയുടെ ഒരു ചെറിയ പെൺകുട്ടിയെ മാത്രം ഫോക്കസ് ചെയ്താണ് ഇപ്പം പറയുന്നത്. അതിനുശേഷം അതിൻ്റെ ഫാമിലി ഓരോ മെമ്പേഴ്സിനെയും പറയാം. അപ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അതിനെ ഇങ്ങനെ തേജോവധം ചെയ്യണമെങ്കിൽ എന്തൊരു മനസ്സിന്, എന്തൊരു വ്യക്തികളായിട്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്തത്. പബ്ലിക്കിൽ വന്നിരിക്കുന്ന കമൻറ്റ് കണ്ടിരിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് ഞാൻ അതിന് ഒരു കമൻറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ അമൃത പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പോൾ വീഡിയോ ഞാൻ ഇടാം, കുറച്ച് കാര്യങ്ങൾ മാത്രം കേട്ടോ, ഒരുപാട് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ കുട്ടി പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പോൾ ആ ഒരു കുട്ടി 12 വയസ്സുള്ള ഒരു കുട്ടി പറയുമ്പോൾ ചിലവർക്ക് ആ കുട്ടി പറഞ്ഞ ചില കാര്യങ്ങൾ പറയുമ്പോൾ എന്തൊരു അഹങ്കാരിയാണ് ഈ പ്രായത്തിലെ, അച്ഛനെ വെറുക്കുന്നു, അച്ഛനെ സ്നേഹിക്കാൻ കാരണങ്ങളില്ല. ഒരു വ്യക്തി, ഒരു കുട്ടി അങ്ങനെ പറയുമ്പോൾ ആർക്കായാലും അത് ഇഷ്ടപ്പെടില്ല. കാരണം അച്ഛൻ എന്ന് പറയുന്നത് ജന്മം തന്ന ആളാണ്. അപ്പോൾ ആ അച്ഛനെ വെറുക്കുന്ന രീതിയിൽ വർത്തമാനം പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടെന്നും അങ്ങനെ പല തോന്നിയേക്കാം. അതിൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ ആ കുട്ടി എന്താണ് ഇത്ര അഹങ്കാരത്തോടുകൂടി അങ്ങനെ പറഞ്ഞത് എന്നുള്ള പല കാരണങ്ങളുണ്ട്. കാരണം ജന്മം തന്ന പിതാവ് എന്നും ജന്മം തന്ന ആൾ തന്നെയാണ്. ആ ചോര വേറൊരാളുടെ ചോരയാവില്ല, ശരി, ഓക്കെ. പക്ഷേ ആ കുട്ടി എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? ആ കുട്ടി ഇന്ന് വരെ വന്ന് പബ്ലിക്കിൽ വന്ന് അങ്ങനെ ഇരുന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പുറമേ അച്ഛനോടുള്ള ദേഷ്യം മനസ്സാലോ ഇങ്ങനെ കാണിച്ചാലും അതിൻ്റെ ഉള്ളിൽ അച്ഛൻ, എന്നെ ജനിപ്പിച്ച അച്ഛൻ എന്നുള്ള സ്നേഹം അതിൻ്റെ മനസ്സിലും ഉണ്ടാവും. ഈ അമൃതയുടെ ഭർത്താവ് എന്നുള്ള സ്നേഹം അമൃതയുടെ മനസ്സിലും ഉണ്ടാവും. ഇപ്പോഴും അമൃത പറയുന്നതിൽ വീഡിയോസിൽ ബാലച്ചേട്ടൻ എന്ന് പ്രൊനൗൺസ് ചെയ്താൽ പറയുന്നത്. അങ്ങനെ പറയണമെങ്കിൽ മീഡിയയ്ക്ക് വേണ്ടി മാത്രം പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം അത് സ്ഥിരമായി ബാലച്ചേട്ടൻ എന്ന് പറയുന്നത് കൊണ്ട് തന്നെയാണ്, ഒരു റെസ്പെക്റ്റ് അവിടെ കൊടുത്തിട്ട് തന്നെയാണ്. ചിലപ്പോൾ വിളിച്ചിരുന്നത് ബാലച്ചേട്ടൻ എന്നായിരിക്കും. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ അദ്ദേഹത്തിന് പേര് വിളിക്കുന്നത് ഇഷ്ടമുള്ളൂ, അതുകൊണ്ട് അങ്ങനെയാണ് വിളിക്കുന്നത്. അല്ലാതെ ചേട്ടാ എന്ന് വിളിക്കുന്ന എനിക്ക് ഇഷ്ടമാണ്, അദ്ദേഹത്തിന് ഇഷ്ടമല്ല, എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് പേരാണ് ഞാൻ വിളിക്കുന്നത്. ചിലപ്പോൾ എടാ പോടാന്നൊക്കെ വിളിക്കാറുണ്ട് കേട്ടോ, ഇല്ലെന്നൊന്നുമല്ല, അതൊക്കെ പോട്ടെ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഒരുപാട് പേര് കുറ്റം പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പേര് അവരെ വിമർശിച്ച് സംസാരിച്ചു. ഒരു മദ്യപാനിയായി, പൈസ ഉണ്ടാവട്ടെ എന്തുണ്ടാവട്ടെ, മദ്യപാനിയായി വന്നിട്ട് ഈ കോംപ്ലക്സ് വർക്കൗട്ട് ചെയ്ത് മദ്യം കുടിക്കുന്നത് കൊണ്ടുണ്ടാവുന്ന കോംപ്ലക്സോ ജന്മന ഉള്ള കോംപ്ലക്സ് ആണോ എന്നറിയില്ല. മദ്യം കുടിക്കുമ്പോൾ ഈ ഭാര്യയെയോ ഭാര്യയ്ക്ക് നമ്മളിലുണ്ടായ നമ്മുടെ കുഞ്ഞിനെയോ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ബെഡ്റൂമിൽ കിടന്നോ കുടുംബത്തിൽ കിടന്നോ ബഹളങ്ങൾ, ടോർച്ചറിങ്, അടിപിടി, ഉന്തുവലി, ചവിട്ട്, ചോര തുപ്പിക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് വളരെ നല്ല കാര്യം എന്നാണ് നിങ്ങളെല്ലാവരും പറയുന്നത്. അമൃത എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അങ്ങനെ ഉണ്ടായേ? അമൃതയ്ക്ക് ഈ ഡ്രൈവർ സപ്പോർട്ട് ചെയ്തപ്പോൾ അവിടെ വന്നിട്ട് ആരാണ്ട് മോശമായി കമൻ്റ് ഇട്ടു, ഡ്രൈവറുടെ കൂടെ പോയി, ഡ്രൈവർ കൂടെ വന്നു, അങ്ങനെ കുറേ മോശപ്പെട്ട കമൻറ്റ്. അമൃത ഒരു നിസ്സാരക്കാരിയായിട്ട് നിങ്ങൾ അങ്ങനെ കരുതണ എന്തിനാ? വളരെയധികം ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അമൃത. അങ്ങനെ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഒരു ഡ്രൈവർ എന്ന് പറഞ്ഞാൽ മോശമായിട്ട് പറഞ്ഞതല്ല, ഏതെങ്കിലും ഒരാണുങ്ങളെ ഇങ്ങനെ ബാലയ്ക്ക് പകരം സ്നേഹിച്ച് എടുക്കേണ്ട ആവശ്യമുണ്ടോ? അമൃതയ്ക്ക് വേറെ കല്യാണം കിട്ടാഞ്ഞിട്ടാണോ? അങ്ങനെ വല്ലതാണോ ഉദ്ദേശിച്ചത്? എത്ര മോശപ്പെടുത്തിയാണ്. ഇനിയെങ്കിലും നിർത്തൂ നിങ്ങൾ ആ ഫാമിലിയെ, അവരവരുടെ ലൈഫുമായിട്ട് പൊക്കോട്ടെ, വേറൊന്നുമല്ല. ആ കുഞ്ഞ് അതിൻ്റെ ഇടയിൽ കിടന്ന് വിഷമിക്കുന്നുണ്ട്, അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അവർ ഇത്രയും നാളായിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്ന് പറയേണ്ടി വന്നിട്ടുള്ളത്? അതാലോചിക്കണം. എന്തായാലും അമൃത പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ ഇടയിലൂടെ കേട്ടു നോക്കാം. ഇതെടുത്തൊരു ഡിസിഷൻ ആയിരുന്നു ഈ വെഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫ്രം ഡേ 1 ടിൽ ദ ഡേ ഞാൻ ആ വീട്ടിൽ നിന്ന് വന്ന ദിവസം വരെ പല ദിവസങ്ങളും ഞാൻ ചോര തുപ്പി ഓരോ മൂലയ്ക്ക് കിടന്നപ്പോഴും എൻ്റെ അടുത്ത് എനിക്കിതൊന്നും വീട്ടിൽ പറയാൻ പറ്റില്ലായിരുന്നു. ഇതെൻ്റെ ഒരു ഡിസിഷൻ ആയതുകൊണ്ട്, ഞാൻ നിർബന്ധിച്ച് എടുത്തൊരു ഡിസിഷൻ ആയതുകൊണ്ട് എൻ്റെ അച്ഛയമ്മയും അഭിരാമിയും അത്ര വേദനിക്കുന്നുള്ളതുകൊണ്ട് ഞാനിതൊന്നും ആരോടും പറഞ്ഞില്ല. ഇതൊന്നും ഞാൻ പറയുന്നത് അന്ന് എന്നെ ഇതൊക്കെ കണ്ട് സാക്ഷിയായിട്ടുണ്ടായിരുന്ന എൻ്റെ
ജോലിക്കാരി ചേച്ചിമാരും ഒക്കെ ഇതൊക്കെ കോടതിയിൽ കേസ് പറഞ്ഞതൊക്കെയാണ് ചിന്തിക്കാൻ പോലും പറ്റാത്ത. ഇപ്പൊ വീണ്ടും അവളൊരു സൈബർ ബുള്ളിങ്ങിലേക്ക് ഇട്ടുകൊടുക്കുക ചെയ്തത്. ഇനി അവള് അതിനകത്ത് പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് പറയാം. അതിനകത്ത് ഏറ്റവും കൂടുതൽ വന്ന കമന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മമ്മി ഉഗ്രനായിട്ട് ബ്രെയിൻ വാഷ് ചെയ്യിപ്പിച്ചു, മമ്മി അത് പറഞ്ഞ് ചെയ്യിപ്പിച്ചു, മമ്മി ഇങ്ങനെ ചെയ്യിപ്പിച്ചു, അമ്മയുടെ മോള് തന്നെ അഭിനേത്രിയാണ്, ഇങ്ങനെയുള്ള കമന്റ്സ് കൂടുതലും. ഞാൻ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പാപ്പു പറഞ്ഞ കാര്യങ്ങൾ ഞാൻ മെൻഷൻ ചെയ്യാം. കാരണം പറയുമ്പോ കൊച്ചിനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിഷമാവും എനിക്ക്. അതിന് ക്ലാരിറ്റി പറഞ്ഞേ പറ്റുള്ളൂ. പാപ്പുനെ എന്താ ലാസ്റ്റ് ഐ വിൽ ഡു ഇറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ആ പാപ്പു ആ വീഡിയോ എടുക്കണതും ആ വീഡിയോ അപ്ലോഡ് ചെയ്യണതും. അപ്പോ കുറച്ച് കഴിഞ്ഞ് എനിക്കറിയില്ല, ഐ വാസ് സോ അൺഅവെയർ അബൌട്ട് അതിനകത്ത് എന്ത് കണ്ടന്റാണ് മോള് ഇടണേന്നുള്ളത്. അവള് എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് അവള് സ്റ്റോപ്പ് ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ പാപ്പു എൻ്റെ അടുത്ത് പറയാണ്ട് ചെയ്തൊരു കാര്യം. കാരണം അത്രയും അവള് കണ്ട് വിഷമിച്ച് നമ്മളൊക്കെ ഓരോ ദിവസവും ഈ 12 വർഷവും ഗോത്രൂ ചെയ്ത കാര്യങ്ങളാ കുഞ്ഞിക്കുട്ടി കാണുന്ന കാര്യങ്ങളാ. അപ്പോ അത്രയും വിഷമിച്ചാണ് അവൾ ആ ഒരു വീഡിയോ. നമ്മുടെ ഇങ്ങനത്തെ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ചെറിയ സന്തോഷം വന്നു കഴിഞ്ഞാൽ അപ്പൊ പാരലലി അപ്പുറത്തൊരു വീഡിയോ വരും. ഇപ്പൊ റീസെന്റ് പാപ്പന്റെ ബർത്ത്ഡേ ആയിരുന്നു 21st. ആ കുഞ്ഞ് അത്രയും ഹാപ്പി ആയിട്ട് നമുക്ക് നമ്മളുടെ പരിമിതിയിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ഹാപ്പിനെസ് ആണ് പാപ്പു നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഇച്ചിരി സന്തോഷിച്ച് കഴിയുമ്പോ പിറ്റേ ദിവസം കാണുന്നത് ഇന്റർവ്യൂ ആണ്. അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, പാപ്പു അങ്ങനെ പറഞ്ഞു, പാപ്പു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ പലപ്പോഴും പാപ്പു എന്നോട് പറയാറുണ്ട് മമ്മി എന്താ മിണ്ടാണ്ടിരിക്കണേന്ന്. അപ്പോ മമ്മിക്ക് മിണ്ടാൻ അറിയില്ലെങ്കിൽ ഞാൻ പറയാം മമ്മി എന്ന് പറയുന്നത്. കാരണം പാപ്പു ഇപ്പൊ പഴയ ഏജ് അല്ല, നിങ്ങൾക്കറിയാം. നിങ്ങളെല്ലാവരും കേട്ടല്ലോ, കുറച്ച് കാര്യങ്ങളെങ്കിലും കേട്ടല്ലോ. എത്രത്തോളം വിഷമിച്ചിട്ടാണ് അങ്ങനെ വന്നിട്ട് ഈ അവരുടെ ബാലയായിട്ടുള്ള ജീവിതത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പബ്ലിക്കലി വളരെ ഇമോഷണലായിട്ട് പറയേണ്ടി വന്നിട്ടുള്ളത് അല്ലേ? എത്രത്തോളം ദയനീയമാണത്. അവരെത്ര സഹിച്ചിട്ടാണ് ആ കുട്ടി വന്ന് പറയുന്നതിൻ്റെ. ആ കുട്ടിയെ എല്ലാവരും വളരെയധികം പൊങ്കാലയിടുവാണ്. ആ കുട്ടിയെ വളരെ മോശമായി പബ്ലിക്കിൽ എല്ലാവരും കമൻറ്റ് ഇടുവാണ്, കുറേ പേരെങ്കിലും. അതവർക്ക് സഹിക്കുന്നുണ്ടാവും. അവരുടെ മകളല്ലേ, കുഞ്ഞല്ലേ, അതിന് എത്ര നാൾ വിഷമം ഉണ്ടാവും. അപ്പോൾ അമൃത പറയുന്ന ചില കാര്യങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും ആ വീഡിയോ പോയി കണ്ടു നോക്കി അറിയാം അമൃത പറയുന്ന കാര്യങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ആ കുഞ്ഞ് പറയുന്നതൊന്നും ആലോചിച്ച് നോക്ക്. കുഞ്ഞിനെ ചെന്നൈയിലുള്ള വീട്ടിൽ കൊണ്ടുപോയിട്ട് ഫുഡ് പോലും കൊടുക്കാതെ അച്ഛൻ വാശി കാണിക്കേണ്ടത്, അമ്മയുടെ അടുത്ത് വാശി എടുക്കുന്നത് കുഞ്ഞിനോടല്ല. കുഞ്ഞിനോട് ഒരിക്കലും അത് കാണിക്കുന്നത് ശരിയല്ല. ശരി, അദ്ദേഹത്തിന് മകളോട് സ്നേഹം ഉണ്ടാവാം, പക്ഷേ അമ്മയോടുള്ള ഇപ്പം സ്വന്തം ഭാര്യയോട് എന്തെങ്കിലും യുവ ക്ലാഷിൻ്റെ നേരിട്ട് തീർക്കുക. കുട്ടിയെ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ കുട്ടിയുടെ നേരെ ചില്ല് കുപ്പി വെച്ച് എറിയാൻ നോക്കുക. കുട്ടിയോടും അമ്മയോടും എറിയാൻ നോക്കുക, അല്ലെങ്കിൽ കുട്ടിയോടുള്ള ദേശത്ത് കുട്ടിയോട് എറിയാൻ നോക്കുക, അമ്മ തടയുക. ഇങ്ങനെയുള്ള കേസ് കെട്ടുകളൊക്കെ ഒന്ന് ആലോചിച്ചേ. ഇതൊക്കെ ഒരു മാന്യമായൊരു അച്ഛൻ ചെയ്യുന്ന കാര്യമാണോ? ആ കുട്ടിയുടെ ചെറുപ്പത്തിൽ അതിൻ്റെ മനസ്സിലേക്ക് പതിഞ്ഞൊരു കാര്യമായിരിക്കും അത്. ഇല്ലെങ്കിൽ അതിൻ്റെ വീട്ടുകാർ പറയാതിരിക്കും. ഇങ്ങനൊരു വൃത്തികെട്ട കാര്യമാണിത്. ഇത് പറഞ്ഞില്ലെങ്കിൽ പറയേണ്ടത് തന്നെയാണിത്. അമ്മ അറിഞ്ഞെന്ന് വെച്ചാൽ അവിടെ തെറ്റൊന്നുമില്ല, ചെയ്തോ അത് മാത്രമേ ഉള്ളൂ. അപ്പം ബാല എന്ന് പറയുന്ന വ്യക്തി, ഇപ്പം അമൃത ബാലയായിട്ട് പിരിഞ്ഞിട്ട് ഇപ്പം ഇത്രയും വർഷങ്ങളായിട്ടും അമൃത പബ്ലിക്കിൽ വന്നിരുന്ന് ബാലയെ ഒരു മോശം വേർഡ്സ് പോലും അമൃത പറയുന്നില്ല. അതൊന്ന് ആലോചിക്കണം. ഒരു മോശം വേർഡ്സ് പോലും അമൃത പറയുന്നില്ല. എന്നാൽ ബാല അങ്ങനെയാണോ? അമൃത തന്നെ പറയുന്നുണ്ട്, ഇവിടെ എന്തെങ്കിലും ഹാപ്പിനെസ്, ഒരു ബർത്ത്ഡേ, എവിടെയെങ്കിലും വ്ലോഗ്സ്, ഒരു നല്ല ഡ്രസ്സ് ഇട്ടാൽ അവിടെ കുരു പൊട്ടുവാണ്. ബാല ഇടുവാണ് മകളെ കാണാൻ. എന്നൊരു അച്ഛൻ്റെ ദുഃഖം അങ്ങനെയാണ്, ഇങ്ങനെയാണ്, മറ്റേത് മറിച്ചത്, ഇങ്ങനെ. ചിലപ്പോൾ ആ കുട്ടി പറയുന്നത് കേൾക്കുമ്പോൾ എല്ലാവർക്കും അഹങ്കാരിയെ കുട്ടിയായിട്ട് തോന്നും. അപ്പോൾ എനിക്ക് അച്ഛനെ സ്നേഹിക്കാനൊരു കാരണം പോലും ഇല്ല എന്നൊക്കെ പറയുന്നത് അതിൻ്റെ വിഷമം കൊണ്ട്. അത് ഒരു കാര്യം, അത് 12 വയസ്സുള്ളൂ. 12 വയസ്സുള്ളൊരു കുട്ടി കുറച്ച് പക്വത കാണിച്ചാലും ചില കാര്യത്തിന് അത് കുട്ടി തന്നെയാണ് വർത്താനം പറയുമ്പോൾ. അപ്പോൾ ആ കുട്ടി അതിൻ്റെ വിഷമാണ് അതാ പറഞ്ഞത്. എന്ന് വെച്ചാൽ അച്ഛനെ ഒട്ട് സ്നേഹിക്കാൻ ഒരു പലഹാരം കിട്ടിയോണ്ടോ, അച്ഛൻ പൊതി കൊണ്ടുവന്നുകൊണ്ടോ തളർന്ന് വീട്ടിൽ കിടക്കുന്ന അച്ഛൻ
ആ അച്ഛനെ ഒന്നും കൊടുക്കാൻ ആ മക്കൾക്ക് സാധിക്കില്ല. ആ അച്ഛനെ അമ്മയും കൂടി, ആ വീട്ടിലെ അമ്മയാണ് വരുമാന മാർഗ്ഗമെങ്കിൽ ആ അമ്മ അച്ഛന് വേണ്ടി അച്ഛനെ നോക്കേണ്ടി വരും, കുട്ടികളുടെ കാര്യം നോക്കുക എന്ന് വെച്ച് അത് അച്ഛൻ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവന്നാൽ മാത്രം സ്നേഹിക്കണം എന്നല്ല. എങ്കിലും ബാലയ്ക്ക് ചെയ്ത് കൂടായിരുന്നോ? ബാല ഈ കുട്ടിയെ കൊണ്ട് ഇങ്ങോട്ട് പോകുന്നതിന് ശേഷം ബാല ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു രൂപ മുടക്കുകയോ വിളിക്കുകയോ പറയുക. ആ കുട്ടി പറയണ ഒരു കോൾ, അറ്റ്ലീസ്റ്റ് ഒരു ലെറ്റർ, ഒരു സാധനങ്ങൾ കൊണ്ടുവരുന്ന കാര്യമല്ല, ഒരു ലെറ്ററോ അല്ലെങ്കിൽ ഒരു കോളോ പോലും ചെയ്തിട്ടില്ല. എന്നിട്ട് എൻ്റെ മകളാണ് എന്ന് പറഞ്ഞ് ഘോരം വന്ന് പ്രസംഗിക്കുക, പബ്ലിക്കലി വന്നിരുന്ന് കളിയാക്കുക, ഇങ്ങനെ പ്രസംഗിക്കുക. ഓരോ തവണയും വന്നിട്ട് പബ്ലിക്കലി ഈ ഒരു കുട്ടിയുടെ കാര്യം കുട്ടിയോട് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ കുട്ടിയെ കാണാൻ ശ്രമിക്കുക, വരിക, അല്ലെങ്കിൽ കുട്ടിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. കുട്ടിക്ക് ഇപ്പോഴൊക്കെ അല്ലേ അച്ഛൻ്റെ സ്നേഹം. ഈ അച്ഛൻ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ പുള്ളിക്കാരൻ എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ്റെ തെറ്റ് പുള്ളിക്കാരൻ അക്സെപ്റ്റ് ചെയ്യില്ല. പുള്ളിക്കാരൻ മദ്യപാനിയാണ്, തികഞ്ഞ മദ്യപാനി ആയതുകൊണ്ടാണ് ലിവർ കരൾ രോഗമൊക്കെ വന്നതായിട്ട് അറിവുള്ളത്. അപ്പം ആ മദ്യം പുള്ളീനെ ഭ്രാന്തനാക്കുന്നു. അത് പുള്ളി അവിടെ മേയുന്നു. പുള്ളി കരിമങ്കാട്ടിൽ കയറി ആന എന്നുള്ള രീതിയിൽ അവിടെ കിടന്ന് മേയുന്നു. അപ്പോൾ ആ മേയുമ്പോൾ തെറ്റായിട്ട് അംഗീകരിക്കില്ല. മദ്യം കുടിക്കുന്ന അവിടെ തെറ്റെന്ന് പുള്ളി അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പുള്ളി ഒരു സ്നേഹവതിയായ എന്നിൽ നിന്നും കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ഒരു അമ്മ, എൻ്റെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി അമൃത, ഞാൻ ഒറ്റപ്പെട്ടു, ഞാൻ തേങ്ങുന്ന ഒരു അച്ഛനാണെന്നും പറഞ്ഞ് പബ്ലിക്കലി ആരൊക്കെയോ എവിടേക്ക് ഇതുപോലെ കുറച്ച് ആൾക്കാർ ഇതുപോലെ ബാലയ്ക്ക് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അത് പിന്നെയും വലിച്ചെടുക്കാനാണ് ബാല നോക്കുന്നത്. ബാല ഈ അമൃത ഈ റീസെൻ്റ്ലി ആണ് ഒരു മാരേജ് ചെയ്തത്. അത് ഇത്രയും വർഷം അവർക്ക് അത്രയും പ്രായമായിട്ടില്ല. അമൃതയ്ക്ക് 34-35 വയസ്സിൻ്റെ ഇടയിലാണ്, 34 വയസ്സായിരിക്കാം. അത്രയും ഏകദേശം 2 കൊല്ലം ഒക്കെ ആയുള്ളൂ കല്യാണം. അതിപ്പോൾ ഇല്ല, അത് മ്യൂച്വലി അവർ പറഞ്ഞ് ഡിവോഴ്സായി, എന്തോ ആവട്ടെ, വാട്ട് എവർ. അപ്പം ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ അമൃത ഇത്രയും വർഷം ഒരു പുരുഷൻ എത്ര വന്നാലും ബാല, അതായത് അമൃതയുടെ എക്സ് ഹസ്ബൻഡായി പറയുന്ന ബാല ഒരു കല്യാണം കഴിച്ചു. വളരെ ഹാപ്പി ആയിട്ട് അടിച്ചു പൊളി ഫീൽഡിൽ എന്താ പറയുക വീഡിയോ ഒക്കെ ഇട്ട് പൊലിപ്പിച്ചു. അങ്ങനെയാണ് എലിസബത്ത് എന്ന് പറയുന്ന വ്യക്തിയെ കല്യാണം കഴിച്ചു. അപ്പോൾ ആൾ കൂടെ ഇല്ല, വഴക്ക് വിട്ട് മാറി, ഒന്നും നമുക്കറിയില്ല. എന്തായാലും കൂടെ ഇല്ല, കൂടെ താമസിക്കുന്നില്ല ഇപ്പോൾ. പക്ഷേ നീ വരാതിരിക്കാം, പിടിഞ്ഞു നിൽക്കണേന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ അമൃതയ്ക്ക് തോന്നുന്ന സമയത്ത് ബാല എന്തായാലും ഒരു വിവാഹം കഴിച്ചു. അമൃതയ്ക്ക് ഒരു കുട്ടിയുണ്ട്. ശരി, ഈ ഒരു കുട്ടിയെ ഈ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. ഒരു സ്ത്രീ, ഒരു സൈക്കാട്രിസ്റ്റ് പറയുന്ന വളരെ വ്യക്തമായ കാരണം, വളരെ എക്സാക്റ്റ് റീസൺ ആണത്. അതായത് ഒരു ലേഡി, ഒരു ഭാര്യയും ഭർത്താവും പിരിഞ്ഞു. അവരൊരു പ്രശസ്ത മേഖലയിൽ നിൽക്കുന്നവരായിരുന്നായിരിക്കാം. ഭർത്താവ് വേറെ പെണ്ണ് കെട്ടി, കുഞ്ഞ് ഭാര്യയുടെ അടുത്താണ്. ആ കുഞ്ഞിനെ നോക്കി ഭാര്യ ഒതുങ്ങി ജീവിച്ചാൽ അവർക്ക് സമൂഹത്തിൽ വില കിട്ടും. എന്നാൽ അവളൊരു വിവാഹം കഴിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവൾ കൊള്ളില്ലാത്തവളായി. അതാണ് ഇവിടെ സംഭവിച്ചത്, അല്ലേ? ഒന്ന് ആലോചിച്ച്, എന്തൊരു സമൂഹമാണ് നമ്മുടെ. സ്ത്രീക്ക് ഇതൊന്നും പറ്റില്ലേ? അപ്പോൾ അവർക്ക് അവരുടെ യൗവനം പോവുകയാണ്. ഒരു മനുഷ്യരാണ്, ഒരു അട്രാക്ഷൻ തോന്നാം, അല്ലെങ്കിൽ ഒരു തുണ വേണം തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ ഈ മ്യൂസിക് ഫീൽഡിൽ തന്നെ നിൽക്കുന്ന ഒരാൾ ഒരു ഇഷ്ടത്തിലായി അവർ കല്യാണം കഴിച്ചു. എന്താണ് ഇതിൽ അധികം തെറ്റ്? ഇതിലെന്ത് തെറ്റാണുള്ളത്? ഇതിൽ തെറ്റ് ചെയ്ത് നടക്കുന്നവരെ നമ്മൾ തിരിഞ്ഞു നോക്കി ഒന്നും കണ്ടുപിടിക്കുന്നില്ല. ഇതിലെന്ത് തെറ്റാണുള്ളത്? 2 പേർക്ക് സ്നേഹിച്ച് 2 പേരും ഒന്നിക്കുക എന്നുള്ളത്. എന്തായാലും ബാല അമൃതയുടെ പുറകെ അമൃതയെ വേണം, എന്നെ വിട്ടു പോകരുതെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടോ? ഇല്ല, ബാല വേറെ കല്യാണം കഴിച്ചു. ഇങ്ങനെ അമൃതേനെ പബ്ലിക്കിൽ പണ്ട് തൊട്ടേ നാറ്റിച്ചും കളിയാക്കിയും അസഭ്യം ഈ പറഞ്ഞ പോലെ തന്നെ ചവിട്ടി താഴ്ത്തി തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പോലും പങ്കെടുക്കുന്നത്. അതൊക്കെ സഹിച്ച് ഒരു പെണ്ണ് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ബാല വേറെ കല്യാണം കഴിച്ചു, അമൃത വേറെ കല്യാണം കഴിച്ചപ്പോൾ അമൃത തെറ്റുകാരിയായി. അപ്പോൾ ആ കുഞ്ഞിനെ കൂടെ വെച്ച് അതെന്തോ ആവട്ടെ, അവർ കല്യാണം കഴിച്ചു, അവർ കുഞ്ഞ് കൂടെ ഉണ്ടായിരുന്നോ ഇല്ലേ എന്നുള്ളതല്ല. ആ കുഞ്ഞിനെ അമൃത കല്യാണം കഴിച്ച് ഇനി പോയേണ്ടി വന്നാലും കുട്ടിയെ നോക്കാൻ അമ്മയുണ്ട്. അമൃതയുടെ സിസ്റ്റർ ആണെങ്കിലും കല്യാണം കഴിക്കാത്തതുകൊണ്ടായാലും അവരായാലും ഉണ്ട്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ആ കുട്ടിക്ക് എവിടെയാണ് നമ്മൾ എപ്പോഴും ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്? ബാല എന്ന് പറയുന്ന നടൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എപ്പോഴും ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഒന്നുമല്ല, പൈസയല്ല, സ്വർണ്ണമല്ല, പ്രശസ്തിയല്ല, ഒന്നുമല്ല. എന്താണ്? പേരല്ല. നിങ്ങളിലൊരു കുഞ്ഞുണ്ടായി, ആ കുഞ്ഞിൻ്റെ സമാധാനം. ഒരു പാത്രം കഞ്ഞിയാണെങ്കിലും ആ കഞ്ഞി മനസമാധാനത്തോടു കൂടി കുഞ്ഞിൻ്റെ കൂടെയും ഭാര്യയുടെ കൂടെ ഇരുന്ന് കുടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
അതോ പൈസയുടെ തണ്ട് കാണിക്കുക, അല്ലെങ്കിൽ പൈസ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല, പൈസ എല്ലാവരും പറയുന്നു പൈസ ഉണ്ടെന്ന്, പൈസയുടെ തണ്ട് കാണിക്കുക, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് ആളുകളുടെ മുന്നിൽ മാത്രം വന്ന് ഷോ ഓഫ് കാണിക്കുക, എൻ്റെ കുട്ടിയെ കൊണ്ടുപോയി വികാര സെൻറ്റിമെൻ്റൽ അപ്രോച്ച് പബ്ലിക്കിൽ വന്ന് കാണിക്കുക. പാപ്പു ഞാൻ തർക്കിക്കാനില്ല പാപ്പു, ചിരിയാ വരുന്നത്. പിന്നെ ഒരു അപ്പോഴേ പറഞ്ഞില്ലേ പോകണ്ട, അമൃത കല്യാണം കഴിച്ചിട്ട് പിരിഞ്ഞപ്പോഴെങ്ങാണ്ട് പറഞ്ഞു പാടി. നിങ്ങൾക്ക് നാണമില്ലേ ബാല? നിങ്ങൾക്ക് മാത്രമാണ് സ്ത്രീകൾ വാഴുള്ളൂ, അല്ല നിങ്ങൾക്ക് മാത്രമാണ് പെണ്ണുങ്ങളെ കെട്ടാൻ പാടുള്ളൂ. ഇങ്ങനെ ഓരോ പെണ്ണുങ്ങൾ, അമൃതയ്ക്ക് മുന്നേ ഒരു കല്യാണം അദ്ദേഹം കഴിച്ചതായിട്ട് അമൃത ആ വീഡിയോയിൽ പറയുന്നുണ്ട്. മേ ബി ആ സത്യം തന്നെ ആയിരിക്കാം, അല്ലാതെ ആരും വെറുതെ അത് ഒന്നുമല്ലാണ്ട് ആർക്കും പറയാൻ കഴിയില്ല. എന്തു ആവട്ടെ, സത്യം ആയിക്കോട്ടെ അല്ലാതിരിക്കട്ടെ, എന്തു തന്നെയാണെങ്കിലും നിങ്ങൾക്ക് എന്തു ആവാം മറ്റുള്ളവർക്ക്. നിങ്ങൾ ഈ അമൃത ഡിവോഴ്സ്, അമൃതയ്ക്ക് സ്വസ്ഥത കൊടുക്കാത്തതുകൊണ്ട് അമൃത മാറി. പക്ഷെ അമൃതയെ വന്ന് പബ്ലിക്കിൽ വന്നിട്ട് ഇറിറ്റേറ്റ് ചെയ്യണതിന് പകരം നിങ്ങളൊന്ന് ചിന്തിക്കുക. ഒരുമിച്ച് ബാല ചെയ്യേണ്ടിരുന്ന ഒരു കാര്യം, ഒരുമിച്ച് വന്നിരുന്ന് എൻ്റെ ഭാഗത്തുള്ള തെറ്റെന്താണ്, നിൻ്റെ ഭാഗത്തുള്ള തെറ്റെന്താണ്, ബാലയ്ക്ക് അമൃതയുടെ ഇഷ്ടപ്പെടാത്ത കാര്യം വന്ന് അമൃതയോട് സംസാരിക്കുക. അതുപോലെ അമൃതയും ബാലയുടെ നിർത്തേണ്ടതായിട്ടുള്ള, അമൃതയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ലാത്ത ചില കാര്യങ്ങൾ ഇതൊക്കെയാണെന്നുള്ളത് ബാലയും അത് അംഗീകരിക്കുക. രണ്ടുപേരുടെയും ഭാഗത്തുള്ള തെറ്റുകൾ പരസ്പരം ഇരുന്ന് സംസാരിച്ച് തീർക്കേണ്ടതിന് പകരം ആ കുട്ടിയെ കൊണ്ട് സ്വസ്ഥത കിട്ടാനാവാം അവർ മാറി അവരുടെ വീട്ടിൽ പോയി താമസിച്ചു. അതുമല്ല, ഇതുവരെയും ബാലയുടെ പൈസയും കൊണ്ടല്ല, അവർ സ്വന്തമായി ഏൺ ചെയ്ത് കുട്ടിയുടെ കാര്യം, അവരുടെ സ്വന്തം കാര്യമൊക്കെ നോക്കി, കുടുംബവും എല്ലാം കാര്യങ്ങൾ അവർ നോക്കി അവിടെ ജീവിക്കുന്നത് ഒന്ന് ആലോചിക്കണം. അപ്പോൾ അങ്ങനെ സ്വന്തം കാര്യങ്ങൾ ഒക്കെ അവർ നോക്കി അവരെങ്ങനെയും ജീവിച്ചു പോകട്ടെ. അവരാരെയും പബ്ലിക്കിൽ ഇന്ന് വരെ വന്നിട്ട് ഒരു അലിഗേഷനും പറയുന്നില്ല. പക്ഷെ എന്താണ് ചെയ്യുന്നത് ബാലയ്ക്കൊട്ട് കുട്ടിയുടെ കാര്യം ഏറ്റെടുക്കാനും പറ്റില്ല. ബാലയ്ക്ക് എന്തോ ബാല ആക്ച്വലി മേഘത്തിൽ പറന്ന് നടക്കുന്ന പോലെ കിടന്ന്, ഒന്നാമത് തന്നെ ബാലയുടെ വിചാരം ബാല ഇത്രയൊക്കെ നമ്മൾ ആലോചിക്കുക, നമ്മൾ പണ്ടത്തെ ആ സിനിമയിലുള്ള ആ സുന്ദരനായ നടനല്ല. ഏജ് ആകുമ്പോൾ ചിലവരങ്ങനെ തന്നെ ഇരിക്കും, ചിലവർക്ക് ഏജ് ആകുമ്പോഴേക്കും അതിൻ്റെ വ്യത്യാസങ്ങൾ വരും. മുഖത്തിൻ്റെ ഭംഗി കുറയും, അല്ലെങ്കിൽ മുഖത്തിൻ്റെ നൈർമല്യത കുറയും. ബാലയ്ക്ക് ആ പണ്ടത്തെ ആ ഒരു ഇതൊന്നും ഇപ്പില്ല. പിന്നെ അല്ലെങ്കിൽ മുഖത്തിൻ്റെ ഭംഗി പോട്ടെ, അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പണ്ടുണ്ടായിരുന്നായിരിക്കാം, ഇപ്പം അത് അങ്ങനെ തന്നെ ഉണ്ടെന്ന് ഓർത്തിട്ടാണോ അഹങ്കരിക്കുന്നത്? എന്താണ് ബാലയ്ക്ക് ഇത്ര അഹങ്കരിക്കാനുള്ളത്? അതാലോചിക്കുക. ബാല ഇങ്ങനെ അഹങ്കരിച്ച് എൻ്റെ കൊച്ചിനെ കൊണ്ട് എൻ്റെ കൊച്ചിനെ തൊടിക്കല മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പബ്ലിക്കിൽ വന്നിരുന്ന് ഇങ്ങനെ മോശപ്പെടുത്തി അമൃതയെയും ഫാമിലിയെയും ഏത് നേരമാകും. ഈവൻ ആ കുട്ടിയെ വരെ ഇങ്ങനെ പഴിക്കുക, കുട്ടി അതും വാങ്ങിക്കാൻ ചോദിച്ചു എന്ന് പറയുക, ഇങ്ങനെ വന്നിരുന്ന് മോശപ്പെടുത്തി ഇങ്ങനെ പറഞ്ഞിട്ട് ബാലയ്ക്ക് എന്താണ് കിട്ടുന്നത്? അപ്പം അവിടെ ചൊറിയാൻ വേണ്ടിയിട്ടല്ലേ അവരെന്തോരം സഹിച്ചു. അവർ ഒരു തവണ ഒരു കേസായി പറഞ്ഞു, അത് എക്സ്പ്ലെയിൻ ചെയ്തു ബാലയായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലേ. എത്ര തവണ നിങ്ങൾ അവരെ അങ്ങോട്ട് ചെന്ന് ചൊറിയാൻ പബ്ലിക്കിൽ പ്രസ് മീറ്റിംഗ് ഒക്കെ വെച്ച് നോക്കിയിട്ടുണ്ട്? ഒന്ന് ആലോചിക്കുക. നിങ്ങളല്ലേ ഒതുങ്ങാത്തത്, ബാലയാണ് ഒതുങ്ങാത്തത്. അവരിങ്ങോട്ട് എന്തെങ്കിലും ഏതു നേരം പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മൾക്ക് എല്ലാവർക്കും തോന്നും അമൃതയുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ അമൃത ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞതുകൊണ്ടായിരിക്കാം, അല്ലെ അമൃത നിർത്തുന്നില്ലല്ലോ, അവരവരുടെ കാര്യം നോക്കി ജീവിക്കുകയാണ് അല്ലേ. അവർ ഈ കല്യാണം കഴിച്ചോട്ടെ കഴിക്കാതിരിക്കട്ടെ, ആ കുട്ടിയെ സേഫായി സന്തോഷത്തിൽ വളരെ സമാധാനത്തോടു കൂടി ആ കുട്ടിയെ നോക്കുന്നില്ലേ. നിങ്ങളൊരു അച്ഛനാന്നുള്ള നിലയിൽ നിങ്ങളെ കാണിക്കാതിരിക്കുക ഒന്നും ചെയ്യില്ലായിരിക്കാം. അവരുടെ അമ്മയുടെ കാര്യം കുട്ടി പറയുന്നത് കേട്ടോ, അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം, അച്ഛനൊന്നും വരാൻ ആയുസ് വരെയും കൊടുക്കണം, പ്രാർത്ഥിക്കണം എന്ന്. എന്തുകൊണ്ടാണ്? തൻ്റെ മകളുടെ മകളാണത്. ആ കുട്ടിക്ക് അച്ഛനില്ലാണ്ടാവരുത്. എത്ര വന്നാലും നാളെ അവർ ഒന്നിക്കണം എന്ന് ആ അമ്മ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ടാവാം. ആ മനസ്സ് ബാല കാണാതിരിക്കരുത്. ബാലയ്ക്ക് ഇവരെ വേണ്ടെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത്. ബാലയ്ക്ക് ഇപ്പം അമൃതേനെ എന്തുകൊണ്ടാണ് തല്ലുന്നത്, അമൃതയിൽ എന്ത് ഇഷ്ടപ്പെടാകുണ്ടെങ്കിൽ ബാല അത് തുറന്ന് പറയുന്നില്ല. ഇനി അത് എന്ന് വെച്ചാൽ അമൃത മോശം കാണിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ബാല ഉന്നയിക്കുന്ന കാര്യം എന്താണെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് വേറൊരു കല്യാണം കൂടി കഴിച്ചിട്ടും പിന്നെയും വന്നിരുന്ന് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഒരിക്കലും. അതുപോലെ തന്നെ ഞാൻ കൂടുതൽ ഒരുപാടായി പറഞ്ഞു വരുന്നത്. അപ്പോൾ ബാലയോടായിട്ട് ഞാൻ പറയണം, ഒരു സാധാരണക്കാരി എന്നുള്ള നിലയിൽ പറയുകയാണ്, നിങ്ങൾ ഇനിയെങ്കിലും ആ കുഞ്ഞിനെ അമ്മയും പബ്ലിക്കിൽ വന്നിരുന്ന് വലിച്ചു കീറരുത്. നിങ്ങളാൽ ബുദ്ധിമുട്ടി വേദനിക്കപ്പെട്ട്, അതായത് ഈ പറഞ്ഞ പോലെ ടോർച്ചറിങ് സഹിച്ച് തന്നെ അവർ മാറിയിരിക്കുന്നത്. ഒരു മദ്യപാനിയായ ആളുടെ വഴക്കും ബഹളമൊക്കെ എന്താന്ന് നിങ്ങൾ കുറേ ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല.
അതൊക്കെ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ എത്രത്തോളം അവർ വിഷമിച്ചിട്ട് തന്നെയാണ് അവർ മാറിയേക്കുന്നത്, അത് മനസ്സിലാക്കുക. അപ്പോൾ അവർ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. ആ കുട്ടിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഒരു കാലത്ത് കൊടുക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അവളെ ചേർത്ത് പിടിക്കുക, കൊടുക്കുക. നിങ്ങളുടെ മനസ്സിൽ കുറ്റബോധം തോന്നുമ്പോൾ എത്രയൊക്കെ നിങ്ങളുടെ ഭാഗത്ത് സ്നേഹം ഉണ്ടെങ്കിൽ, എത്രയൊക്കെ ന്യായം ഉണ്ടെങ്കിൽ, ന്യായം ഉണ്ടെന്ന് ഞാൻ പറയണില്ല, ന്യായമുണ്ട്, സ്വസ്ഥത കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് മുഖ്യമാണ് ബിഗിലെ. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു ഭാര്യ, ഒരു സ്ത്രീയെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം, നമ്മുടെ ഭാര്യയായാലും. അപ്പോൾ അവർക്കൊരു കുഞ്ഞുണ്ടായി, അപ്പോൾ ആ കുഞ്ഞ് നമ്മുടെ കുഞ്ഞാണ്, നമ്മുടെ ചോരയിൽ പിറന്ന കുഞ്ഞാണ്. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് അവിടെ വേണ്ടത്. അപ്പോൾ നിങ്ങൾ ഭാര്യയായിട്ട് സംസാരിക്കുന്നത് പോലുമില്ല. ഭാര്യയായിട്ട് സംസാരിച്ച് തെറ്റുകൾ മനസ്സിലാക്കിയും ഉൾക്കൊണ്ട് കുട്ടിയോട് എല്ലാം ഒരെണ്ണത്തിനെ കിട്ടുമ്പോൾ അതിൻ്റെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് ചവിട്ടി പുറത്താക്കി കഴിഞ്ഞിട്ട് അതെങ്ങനെയെങ്കിലും പൊക്കോട്ടെ എന്ന് ഓർത്ത് അതിനെ പറഞ്ഞു വിട്ടതിന് ശേഷം അടുത്ത ആളെ കൊണ്ടുവന്ന് അതും സക്സസ് ആവാതിരുന്നപ്പോഴേക്കും ക്ലാഷ് വരുമ്പോൾ അതിന് മുന്നേ ഒരെണ്ണത്തിനെയും കൊണ്ടുവന്നൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ പുള്ളിക്ക് ആകെ ഇത്, അപ്പോൾ പുള്ളിക്കാരന് ഈ കുട്ടിയെ വേണം, അപ്പം പിന്നെ അമൃതോട് ദേഷ്യം, കുട്ടിയെ വേണം, എൻ്റെ കുട്ടിയെ, ഇങ്ങനത്തെ കോംപ്ലക്സ് ആണ്. നിങ്ങളെന്തായാലും ഒറ്റയ്ക്ക് നടക്കാനും നിങ്ങളുടെ രാജകീയ പ്രൗഢി കാണിച്ചു കിടക്കാനുമായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ തന്നെ നടക്കുക. പിന്നെ എന്തിനാണ് അമ്മയും മകളെയും പബ്ലിക്കലി വന്ന് വലിച്ചു കീറുകയും കളിയാക്കുകയും ചെയ്യണേ? ഇപ്പോൾ ആ കുഞ്ഞിൻ്റെ വായിൽ നിന്ന് തന്നെ അങ്ങനെ വരുമ്പോൾ ഒരു അച്ഛനെന്ന നിലയിൽ നിങ്ങളുടെ പരാജയമാണ്. കാരണം നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ ആ കുട്ടി പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ട് നോക്കുക. അതിൻ്റെ മനസ്സ് എത്ര വേദനിച്ചു. എനിക്കുണ്ട് ഈ പ്രായത്തിലൊരു മകൾ, 13 വയസ്സായി എൻ്റെ മകൾക്ക്. ഈ കുട്ടി 12 വയസ്സായി. ഏകദേശം ഒരേ പ്രായമൊക്കെ ഉള്ളൊരു കുട്ടിയാണ്. അതിൻ്റെ വർത്തമാനം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വിഷമം വരികയാണ്. എത്ര മനസ്സ് വിഷമിച്ചിട്ടാണ് ആ കുഞ്ഞിനെ ആരും വന്നിരുന്ന് പറയല്ലേ. കാരണം ഇവരെത്രത്തോളം കരഞ്ഞിട്ടാണ് പിന്നീട് വന്നിട്ട് അമൃതയാണെങ്കിൽ ആ വീഡിയോ ഇട്ടത് അല്ലേ. അവർ നിങ്ങളെ ഉപദ്രവിക്കാൻ വരുന്നില്ല, ബാലയെ ഉപദ്രവിക്കാൻ വരുന്നില്ല. അവരവരുടെ കാര്യം നോക്കി ജീവിച്ചോട്ടെ. നാളെ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങളത് ലീഗലി കാണുക. കുട്ടി ഒരു സംസാരിച്ച് ഒരുമിച്ച് ജീവിക്കാൻ നിങ്ങൾ നന്നായി എന്നുള്ള ബോധത്തോടു കൂടി ഒരുമിച്ച് ജീവിക്കാൻ, അത് എനിക്കറിയില്ല, അതിനെപ്പറ്റി ഞാൻ പറയാൻ ആളല്ല. നിങ്ങൾ നല്ല മര്യാദയ്ക്കാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഭാര്യയുണ്ട്, അതൊന്നും പറ്റിയെന്ന് വരില്ല, അതിന് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെയല്ലേ, പിന്നെ ഇനി എന്ത് പറയാനാ? താല്പര്യമില്ലെങ്കിൽ കുട്ടിക്ക് ഏതെങ്കിലും ഒരു കാലത്ത് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ വേണ്ട, മൈൻഡേ ചെയ്യേണ്ട, വിട്ടേരെ. ഇനി പറയാനുള്ളത് അമൃതോടും കുട്ടിയോടൊക്കെയാണ്. ഇത് ഒന്നും മൈൻഡ് ചെയ്യേണ്ട. കാരണം നിങ്ങളുടെ ഭാഗത്ത് എല്ലാം ശരിയെന്ന് പറഞ്ഞ് നിങ്ങളെ ഭയങ്കര സപ്പോർട്ട് അങ്ങനെയല്ല, ഈ ഒരുപാട് അങ്ങനെയല്ല, നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ് ന്യായം. പക്ഷേ ഈ ഒരു വീഡിയോസ് രണ്ടും, ഈ അമ്മയുടെയും മകളുടെയും വീഡിയോ കണ്ടപ്പോൾ ഞാൻ കരഞ്ഞുപോയി, സത്യമായിട്ടും കരഞ്ഞുപോയി. അതുകൊണ്ട് തന്നെയാണ് അമൃതയുടെ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ കൂടുതൽ കരഞ്ഞത്. ഒരമ്മ എന്നുള്ള നിലയിൽ അവരെത്ര വിഷമിക്കുന്നുണ്ട്, എന്തിനാണ് അവരെ ഉപദ്രവിക്കുന്നത്? അവർ കല്യാണം കഴിച്ച അതുപോലും ഇപ്പോൾ ആ ഒരു ബന്ധമില്ല, എന്തെങ്കിലും ആവട്ടെ, നമുക്കതിനെ പറ്റി പറയാനില്ല. അവർ ഒട്ടും ഒരു കല്യാണം കഴിച്ചെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് കണ്ടപ്പോൾ മാറിയതാണ്. ഓക്കെ, അപ്പോൾ അവർക്ക് എന്തോരം മാനസിക വിഷമമുള്ള സ്ത്രീയാണെന്ന് നമ്മളാരും ചിന്തിക്കുന്നില്ല. അവർക്ക് എത്രത്തോളം ഒരു പബ്ലിക്കലി പോയി അവർ പാട്ടിൻ്റെ മേഖല തന്നെ കൈകാര്യം ചെയ്ത് അതിൽ നിന്നൊരു ഏണിങ്സ് ഉണ്ടാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്നു. അവരെന്തിന് ചൊറിയാൻ പോകുന്നു? അവരെങ്ങനെയും ജീവിച്ചോട്ടെ, എന്തിനിങ്ങനെ ചെയ്യുന്നു? അതൊന്ന് ആലോചിക്കുക. നിങ്ങൾക്ക് സ്വത്തുണ്ട്, തറവാടുണ്ട്, എന്തുണ്ടെങ്കിലും നിങ്ങൾ അനുഭവിക്കുക. പിന്നെ കുറേ പേര് വന്നിട്ട് ഈ കുട്ടിയെയും അല്ലെ അമൃതേനെയൊക്കെ തന്നെയാണ് ഗോപി സുന്ദർ അല്ലെങ്കിൽ ബാലച്ചേട്ടൻ ഇത്ര പാവമായിരുന്നോ? നിങ്ങൾ ബാലച്ചേട്ടൻ പാവമല്ലെന്നൊന്നും പറയുന്നില്ല. ഈ ഒരു കേസിൽ ബാലയ്ക്കെതിരെ, ബാലയുടെ ബാക്കി കേസുകളൊന്നും നമുക്കറിയില്ല. ബാല എന്നുള്ള നടനോട്, ആ ആക്ടറോട് എനിക്ക് ബഹുമാനം തന്നെ, ഇഷ്ടമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ്, പെരുമാറ്റം നമുക്കിഷ്ടമല്ല. അദ്ദേഹമാണ്, ഈ ബാലയാണ് പബ്ലിക്കിൽ വന്ന് എപ്പോഴും കുട്ടിയുടെ കാര്യം വലിച്ചത്. ആ കുട്ടിക്കൊരു ഭാവിയുണ്ട്. നിങ്ങളുടെ മകളുടെ ഭാവി, ആ കുട്ടി എന്തെങ്കിലും ഒരു ദോഷകരമായ അതിൻ്റെ ഒരു ട്രോമയിലേക്ക് വന്ന്, വളരെ ട്രോമയിലൂടെ വന്നത്, എന്തെങ്കിലും ഒരു തെറ്റായ ഒരു തീരുമാനത്തിലേക്ക് കുട്ടിയെ നിങ്ങൾ അത് ചാടിക്കരുത്, ദൈവത്തെ ഓർത്ത്. ആ കുഞ്ഞ് നിങ്ങളുടെ ഒരു ചോരയിൽ പിറന്ന കുഞ്ഞാണ്. ഇനിയും അതിനെ പബ്ലിക്കിലേക്ക് വലിച്ചെടുക്കല്ലേ, അതിൻ്റെ ഫാമിലിയെ വലിച്ചെടുക്കുമ്പോൾ കുട്ടി അതിൽ പെട്ടുപോവുക. അപ്പോൾ നിങ്ങൾ ദ്രോഹിക്കല്ലേ മനുഷ്യരായ എല്ലാവരും. ബാലച്ചേട്ടൻ ബാല പാവമാണെന്നൊക്കെ പറഞ്ഞ് പബ്ലിക്കിൽ വന്ന് കമൻ്റ് ഇടുക. പാവമായിക്കോട്ടെ, ഈ ഒരു കാര്യം ഇങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് അദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കുക. അദ്ദേഹത്തിന് ഷൂട്ടുണ്ടോ, കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് ചെയ്തോട്ടെ. അപ്പോൾ ഇനി ഈ കുഞ്ഞു കുട്ടിയെ, ഈ 12 വയസ്സെന്ന് വെച്ചാൽ കൊച്ചു തന്നെയാണ്, ആ കുട്ടിയെ പബ്ലിക്കിൽ ഇൻസ്റ്റയിലും യൂട്യൂബിലും പിന്നെ FBയിൽ അറിയില്ല എനിക്ക്, ഇതിലൊക്കെയാണ് ഞാൻ കണ്ടത്, യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും. അപ്പോൾ അത്
എന്തൊരു മനുഷ്യപ്പറ്റില്ലല്ലോ. ഞാൻ ഓർക്കണത് ചില സ്ത്രീകളാണ് കൂടുതലും കമൻ്റ് ഇട്ടിരിക്കുന്നത്. ഞാൻ ആലോചിക്കുകയാണ്, നിങ്ങളൊക്കെ ഞാൻ പറയട്ടെ, ഏതൊരു ഫാമിലിയെ നമ്മൾ എടുത്തു നോക്കിയാലും ഏത് ഭർത്താക്കന്മാരും ഭാര്യമാരും ഡിഫറെൻ്റ് ആണ് അല്ലേ? എല്ലാവരും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ഒരേപോലെ ആയിരിക്കില്ല. നമ്മുടെ കൂടപ്പിറപ്പുകളുടെ ലൈഫ് വേറെ ആയിരിക്കും, നമ്മുടെ ലൈഫ് വേറെ ആയിരിക്കും. ഓരോ കപ്പിൾസിൻ്റെ ഫാമിലിയുടെ ലൈഫ് വ്യത്യാസം. ഭാര്യയും ഭർത്താവുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്, അണ്ടർസ്റ്റാൻഡിങ്, കെമിസ്ട്രി എല്ലാം വ്യത്യാസമാണ്. ചിലപ്പോൾ ഭർത്താവിനെ പേടിയുള്ള ഭാര്യ ഉണ്ടാവും, ഭാര്യനെ പേടിയുള്ള, അങ്ങനെയല്ല. ചിലപ്പോൾ അവർ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലായിരിക്കാം. ചിലപ്പോൾ ഭർത്താവിനാൽ അവരിങ്ങനെ ഹരാസ്മെൻറ്റ് സഹിച്ച് ഇങ്ങനെ അവർ വളരെ ഞെങ്ങി ജീവിക്കുന്നുണ്ടാവും. ചിലവർ അതൊക്കെ മൈൻഡ് ചെയ്യാതെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നുണ്ടാവും, പക്ഷെ അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നുണ്ടാവും. ചിലവർ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചാലും വഴക്കിട്ട് തന്നെ പൊരുതി ജീവിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരുപാട് വ്യത്യാസമുണ്ട്. ഓരോ ഭർത്താക്കന്മാരും ഭാര്യമാരോട് കാണിക്കുന്ന കെയറും തിരിച്ചും എല്ലാം വ്യത്യാസമാണ്. ഓരോ ഇൻഡിവിജ്വലും ഇൻഡിപെൻഡൻ്റ് ആണ്. എല്ലാവരുടെയും ജീവിതവും ലൈഫും ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബന്ധങ്ങൾ പല സ്ഥലത്തും പലതാണ്. എല്ലാം ഒരേപോലെ ആയിരിക്കണമെന്നില്ല. അപ്പോൾ ഈ കമൻ്റ് ഇട്ട വ്യക്തികളുടെയൊക്കെ ഭർത്താക്കന്മാർ നല്ല രീതിക്ക് ബിഹേവ് ചെയ്യുന്നവരായിരിക്കാം, കുടുംബം നോക്കുന്നവരായിരിക്കാം. അതുകൊണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല ഇവർ വന്ന് ഇങ്ങനെ കമൻ്റ് ഇടുന്നത്. പക്ഷേ എല്ലാവരുടെയും കാര്യം നമ്മൾ കൺസിഡർ അങ്ങനെ പറയരുത്. നിങ്ങൾ കാര്യങ്ങൾ അറിയാതെ പറയരുത്. നിങ്ങളൊക്കെയാണെങ്കിൽ ഒരു നിമിഷം പോലും ഇങ്ങനത്തെ ഒരു മനോഗതിയുള്ള സ്ത്രീകളാവുമ്പോൾ ഒരു നിമിഷം പോലും ഒരു ആണുങ്ങൾ ഇതുപോലെ കുടിച്ച് വഴക്കുണ്ടാക്കുമ്പോൾ അവർക്ക് സപ്പോർട്ട് നിങ്ങൾ ആ വീട്ടിൽ താമസിക്കില്ല. നിങ്ങൾ വെട്ടി കൊന്നിട്ടായിരിക്കും പോരുണ്ടാവുക. സത്യമായിട്ട് ഞാൻ പറയാം, അത്രയും വിഷമം കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ മദ്യപിച്ച് മതോന്മത്തനായിട്ട് ഉണ്ടാക്കുന്ന ബഹളങ്ങൾ സഹിക്കേണ്ട ഒരു കാര്യം ഒരു സ്ത്രീകളും അത് സഹിച്ചിരിക്കേണ്ട. അത് സഹിക്കലേ അങ്ങ് നിർത്തുക. പണ്ട് കാലങ്ങളിലായിരുന്നു ഇതൊക്കെ. എൻ്റെ കെട്ടിയും 2 അടിച്ച 2 തെറി പറയുന്നുള്ളൂ, പിറ്റേ ദിവസം സ്നേഹം. ഞാനും അങ്ങനെ, എൻ്റെ ഹസ്ബൻഡ് മദ്യപിക്കുമ്പോൾ വഴക്കിടും, പിറ്റേ ദിവസം ആകുമ്പോൾ സ്നേഹിക്കും. അപ്പം ഞാനും അങ്ങനെ കരുതി പോയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇപ്പോഴും കൂടെ ജീവിക്കുന്നു, തട്ടലും മുട്ടലും ചീറ്റലും ഒക്കെ ആയിട്ട് തന്നെ പോകുന്നു. നമുക്കറിയാം മദ്യപാനത്തിൻ്റെ ഒരു ആഴം. അപ്പോൾ അത് ഞാൻ പറയണേ, എനിക്ക് മുന്നേ ഉള്ള എൻ്റെ നമ്മുടെ കുടുംബത്തിലുള്ള ചേച്ചിമാരൊക്കെ അവരൊക്കെ പറയും 2 അടിക്കും, പിന്നെ ആർക്ക് കിടന്നോളും. നേരത്തെയൊക്കെ എന്തെങ്കിലും പറയും, ഇപ്പോൾ ഒന്നും പറയില്ല. അതൊക്കെ അതൊന്നും കുഴപ്പമില്ല. ആണുങ്ങളാകുമ്പോൾ 2 അടിക്കുന്ന 2 തല്ലുന്നേന്ന് വിചാരിക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട്. ആ ഒരു ചിന്താഗതി മാറ്റുക. വരുന്ന തലമുറ അങ്ങനെ ആയിരിക്കണമെന്നില്ല. കൂടുതൽ പ്രശ്നങ്ങളും തല്ലുപിടുത്തവും പ്രശ്നവും കുഞ്ഞുങ്ങളുടെ ജീവിതമൊക്കെ അവതാളത്തിലാവുക. അപ്പോൾ അമൃതയുടെ ഭാഗത്തെന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ പോസിറ്റീവ് അമൃത ഈ ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കാണ്ട് അവനവൻ്റെ കാര്യം നോക്കി കുട്ടിയുടെയും ഫാമിലിയുടെയും കാര്യം നോക്കി ജീവിക്കുന്നു. ബാലയുടെ ഒരു കാര്യത്തിലും അന്നൊന്നും പറയുന്നില്ല. ബാല എത്രത്തോളം അങ്ങോട്ട് ആ കൂരമ്പകൾ ചെയ്തിട്ടും. എന്നാൽ ബാല അങ്ങനെയല്ല. ബാല സ്വന്തമായിട്ട് ഇങ്ങനെ കിടന്ന് ഓരോ തോന്നി ഇങ്ങനെ പബ്ലിക്കിൽ വന്നിരിക്കുക. അപ്പോൾ അത് നിർത്തുക, ആ കുഞ്ഞിനെ ഓർത്തെങ്കിലും. ഓക്കെ, ഒരുപാടായി. അപ്പോൾ താങ്ക് യു.